ഹായ് ഗൈസ്, ദിസ് ഇസ് ജിൻ ചാങ്കോ. സോ പൊമ്പളൈ ഒരുമൈ എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. പേര് കേൾക്കുമ്പോൾ തമിഴാന്ന് തോന്നും, പക്ഷേ അതൊരു മലയാളം പടമാണ്. സൈന OTT പ്ലേ വഴിയാണ് ഇറങ്ങിയിട്ടുള്ളത്. OTT റിലീസ് ആണ്. ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിപിൻ ആറ്റ്ലി. അതായത് നമ്മുടെ ഹോംലി മിൽസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ, 2014 ഇറങ്ങിയ ഒരു ഹോംലി മിൽസ്. ഭയങ്കര രസമുള്ള പടമായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളാണ് വിപിൻ ആറ്റ്ലി. ആൾ ചെയ്ത പടമാണ് ഈ പൊൻപുളൈ ഒരുമൈ എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഹോംലി മീൻസിൻ്റെ എഴുതിയേക്കുന്നതും വിപിൻ ആറ്റ്ലി തന്നെ ആയിരുന്നു. സോ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം എന്ന് വെച്ചാൽ പക്ക എൻ്റർടൈനറാണ്. ഒരു മൊത്തത്തിൽ പറയുന്ന ഒരു സിമ്പിൾ പടമാണ് സാധനം. അതായത് ചെറിയൊരു പടം, അതായത് നമുക്കൊരു OTT പടം, പക്ക OTT പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണ്. പക്ഷേ പക്ക എൻ്റർടൈനറായിട്ട് ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വിമൻ എംപവർമെൻറ്റ് സംഭവം, അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും കൂടി വരുന്ന ഒരു സിമ്പിൾ സെറ്റപ്പാണ്. അതായത് ഒരു ചെറിയൊരു നാട്ടുമ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് മുകളിലുണ്ടാകുന്നൊരു അവിഹിതം ഉണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നു. അതിൻ്റെ പുറകെ വരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ട്, നല്ല രസിച്ച് നല്ല കോമഡിയാണെങ്കിൽ കോമഡി ഉണ്ട്. നമ്മുടെ ആറട്ടെണ്ണം പറയുന്ന പോലെ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ത്രില്ലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കിടിലം പടമാണ്, മിസ് ചെയ്യരുത്. സോ പിന്നെ അതിനകത്ത് അഭിനയിച്ചേക്കുന്നവരൊക്കെ നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ടേഴ്സിനെ അറിയില്ല നമുക്കിപ്പോൾ. അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ഒരു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയായിട്ട് അതിനകത്തൊരു സെൻട്രൽ ഒരു ഫീമെയിൽ ഒരു പ്രൊട്ടാഗണിസ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൽ ക്യാരക്ടേഴ്സ്, ചെറിയ മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ പുള്ളിക്കാരുടെ ഭർത്താവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ആ ചേച്ചി. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ചെയ്തേക്കുന്നത്. അവരൊക്കെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്, നല്ല ഡയറക്ഷനാണ്. പിന്നെ ഈ വിപിൻ ആറ്റ്ലി അതിനകത്തൊരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യം കണ്ടപ്പോൾ ഞാനത് കാണാൻ വേണ്ടി നോക്കിയപ്പോൾ പടം എന്തായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടു തുടങ്ങിയതിന് ശേഷം അത് ഹുക്ഡായി. ഞാൻ കുറച്ച് നേരം ചില OTT പടങ്ങളൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് നിർത്തി വെക്കാമെന്നൊരു പ്ലാനിലൊക്കെ അങ്ങനെ ഇരിക്കുക. പക്ഷേ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ അങ്ങ് ഹുക്ഡായിപ്പോയി. പടം മൊത്തം കണ്ടു കഴിഞ്ഞിട്ടാണ് ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ടൈപ്പ് പടമാണ്. സോ പ്ലീസ് വാച്ച് ഇറ്റ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.